ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ചെമ്മനർപ്പൂവിൻ്റെ വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ആദിമോനെ ദത്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സുധി അവൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ശ്രുതിയുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. ഇവളെന്താണ് ഇങ്ങനെ ഒരു ഷൗട്ട് ആവുന്നതൊക്കെ ചിന്തിച്ച്. അപ്പോഴേക്കും എന്താ എന്താ ശ്രുതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ വേറൊന്നുമല്ല, എന്തിനാണ് അവളെക്കുറിച്ച് ഇപ്പം ഇവിടെ പറയുന്നത്? അല്ല, പറയണമല്ലോ, കാരണം ആ ചെറുക്കൻ്റെ അമ്മയല്ലേ. അമ്മയ്ക്ക് പോലും മകനെ വേണ്ട, എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അത്രേ. അതങ്ങനെ ശരിയാവും? ഏതായാലും അവനിങ്ങോട്ട് ദത്തെടുക്കാനൊന്നും പോകുന്നില്ലല്ലോ, അവനിങ്ങോട്ട് കൊണ്ടുവരാനും പോകുന്നില്ല, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സച്ചിയും രേവതിയാണെങ്കിൽ അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അച്ഛൻ്റെ സമ്മതം മാത്രം മതി എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രയാണെങ്കിൽ കലിപ്പിച്ച് തന്നെ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ ആ ചെറുക്കനെ കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഇതെൻ്റെ വീടാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെയും കൂടി വീടല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ മാത്രം ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് എന്ന് സച്ചി ചോദിക്കുകയാണ്. നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട, വല്ല സഹതാപമാണെങ്കിൽ നക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിട്, അല്ലാതെ ആ ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത്. അപ്പൊ രേവതിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാണ്, എടി നിനക്ക് ആ കൊച്ചിനെ ദത്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ട് വളർത്ത്, എന്തിനാണ് എല്ലാത്തിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറ, അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അച്ഛൻ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛന് സമ്മതമാണെങ്കിൽ ഞങ്ങളത് അനുസരിക്കും, അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം തന്നെ ഞങ്ങളുണ്ട് അച്ഛൻ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ സച്ചി, നിങ്ങൾ രണ്ടുപേരും ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു, അത് നല്ല കാര്യം തന്നെയാണ്. രവിയേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണോ? ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? അതൊക്കെ എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ചന്ദ്രയൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ അവരോട് സംസാരിക്കട്ടെ. സച്ചി, ഏതായാലും ഞങ്ങളോട് ഒരു അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിമല എന്ന് പറഞ്ഞ സ്ത്രീയോട് അനുവാദം ചോദിച്ചായിരുന്നോ? അത് പിന്നെ ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു, എങ്കിൽ പിന്നെ അവരോടല്ല ആദ്യം ചോദിക്കേണ്ടത്. അവർ ആ കുട്ടിയെ ഇങ്ങോട്ട് വിടുവോ ഇല്ലേന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ, അപ്പോൾ അവരോടല്ല അനുവാദം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ അവർ ഉറപ്പായിട്ട് സമ്മതിക്കും. അതെനിക്ക് മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ്, അവരോട് പറയേണ്ട താമസമുള്ളൂ. അവർ ആദ്യമോനെ കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് പറയും, കാരണം അവൻ്റെ ജീവിതമാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പം നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്കതിൽ യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്നിങ്ങനെ സച്ചി പറയാണ്. ശരി, എങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കുക, എന്നിട്ടാവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ശരി എന്നങ്ങനെ പറഞ്ഞ് ആ ഒരു ടോക്ക് അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ സുതെല്ലാം കേട്ട ശ്രുതിക്കാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ നല്ല റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. നേരെ കഥവ് അടച്ചിട്ട് ശ്രുതിയുടെ അമ്മയെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനമായല്ലോ? നിങ്ങളോട് പറഞ്ഞിട്ടില്ല രേവതിയോട് മിണ്ടാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനൊന്നും പോകരുതെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കല്യാണം, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ രേവതിയെ വിളിക്കാറുമില്ല, സംസാരിക്കാറുമില്ല, പിന്നെ എന്താ പ്രശ്നം? കുറച്ചിടക്കും കൂടി രേവതി വിളിച്ചേ ഉള്ളു, ഞാനിട്ട് ഫോൺ എടുത്തൊന്നുമില്ല. എന്തിനാ അവളെ വിളിച്ചതെന്നറിയാമോ? അതെനിക്ക് എങ്ങനെ അറിയാം മോളെ? എന്തിനാ അവൾ വിളിച്ചതെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും അവളെ വിളിച്ചതേ ആദിമോനെ ദത്തെടുക്കാൻ വേണ്ടി. ആദിമോനെ ദത്തെടുക്കാനോ? അതെ, ആദിമോനെ ദത്തെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എന്നിട്ട് നിങ്ങളുടെ സമ്മതം കിട്ടണം. നിങ്ങളുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ മോളെ ആദ്യമോനെ ദത്തെടുക്കാൻ ഞാൻ സമ്മതം മൂളിയാലോ? അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ആദ്യമോന് നിന്നെയും കാണാലോ, നിന്നെയും കണ്ടു നിൽക്കാലോ, അവൻ്റെ സ്വന്തം അമ്മയോടൊപ്പം ജീവിക്കുന്നതല്ലേ താല്പര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തലക്ക് ഓളം ഉണ്ടോ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബുദ്ധിയില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആദിമോൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനാണ് അവൻ്റെ അമ്മയെന്ന് എല്ലാവരും തിരിച്ചറിയും. അതോടെ എൻ്റെ ജീവിതം കോളം തോണ്ടും. അതാണോ നിങ്ങളുടെ താല്പര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ രേവതി വന്നില്ലല്ലോ, രേവതി വിളിച്ചില്ലല്ലോ. അവള് വിളിക്കും. ഇവിടെ എല്ലാവരോടും കാര്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ അവള് ഉറപ്പായിട്ടും വിളിക്കും. ശരി, അവൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല, പക്ഷെ ഫോൺ എടുത്തില്ലെങ്കിലും അവൾ നിങ്ങളെ തേടി വരില്ലേ? അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്നോ? അവൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ദേ മുഖത്തടിച്ച പോലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചോളാം. മേലെ ആ വീട്ടിൽ അവൾ പിന്നീട് വന്നു പോകരുത്. അതേ രീതിയിലായിരിക്കണം പിന്നീട് സംസാരിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ എൻ്റെ കല്യാണി? ശരി, ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ചോളാം. പക്ഷേ നീ ഇത് എത്ര കാലം മൂടി വെക്കാനാണ് എൻ്റെ കല്യാണി? നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യാവൂലേ? നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. എന്ത് വേണം ഏത് വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ശരി, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. വേണ്ട വിധത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തോളാം. പോരെ, ഫോൺ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് രേവതി എന്ത് പറ്റി, എന്തെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയാനാണ്, ഞാൻ ആദിയെക്കുറിച്ച് ആലോചിച്ചാണ്. ഞാനത് പറയാൻ വേണ്ടി തന്നെ വന്നതാ. നീ ഏതായാലും വിമലാൻറ്റിയെ വിളിച്ചിട്ട് സംസാരിക്കുക, ആദ്യമോനെ വിടാനായിട്ട് താല്പര്യമുണ്ടോ എന്ന്. ഞാൻ വിമലാൻറ്റിയെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സച്ചിയേട്ടാ? വീട്ടിൽ ആരും സമ്മതിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്? അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അച്ഛന് സമ്മതം മൂളിയല്ലോ. അച്ഛന് ആദ്യം മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് യാതൊരു കുഴപ്പമില്ല. വിമലാൻറ്റിയുടെ സമ്മതം മാത്രം മതിയെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ താല്പര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതല്ല, ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ ആ കൊച്ചിനെ? നമ്മളെല്ലാവരുടെയും കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണമല്ലോ. ഈ വീട്ടിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ എന്തെങ്കിലും പറയും, പെരുമാറുകയും ചെയ്യും. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവനൊരു നല്ല ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അത് വലിയൊരു ദുഃഖമായിട്ട് മാറരുത് സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലെന്നേ, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അങ്ങനെയല്ലല്ലോ. അതെ, നമുക്ക് അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ വിമലാൻറ്റി ഒന്ന് വിളിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ ഏതായാലും ആൻറ്റിയെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കാം. അപ്പോൾ നമ്മുടെ ആദിമോനാണ് കാണുന്നത് ഈ കോള്. അപ്പോൾ ആദിമോനോട് തന്നെ അയ്യോ രേവതി ആൻറ്റി ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് പോവാം. ആ സമയത്ത് വിമലാൻറ്റി ആണെങ്കിലും മോനെ എടുക്കല്ലേ, ഫോൺ എടുക്കല്ലേ എന്ന് പറയാ. അങ്ങനെ ഫോൺ എടുക്കാതെ ഒക്കെ എന്താ, ഫോൺ എടുത്താലെന്താ? അതെ, രേവതി ആൻറ്റി വിളിച്ചാൽ ഫോൺ എടുക്കരുത്. അയ്യോ, രേവതി ആൻറ്റി വിളിച്ചാൽ ഫോൺ എടുക്കാതിരുന്ന രേവതി ആൻറ്റിക്ക് സങ്കടമാവില്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ രേവതി ആൻറ്റി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അമ്മമ്മ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം മനസ്സിലായി. പക്ഷേ രേവതി ആൻറ്റി സച്ചിയങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ പാടില്ലെന്നാ മോൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ അമ്മ ഇങ്ങോട്ട് വരാതെ ആവും. ആണോ? എങ്കിൽ വേണ്ട, ഇനി രേവതി ആൻറ്റി വിളിച്ച് ഞാൻ ഫോൺ എടുക്കില്ല അമ്മമ്മ. എന്താ അത് പോരെ? മതി കേട്ടോ എന്ന് പറയാ. അപ്പോൾ രേവതി പറയാ ഫോൺ എടുത്തില്ലല്ലോ സച്ചിയേട്ടാ. അതെന്താ, നമ്മൾ 2 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഫോണിൽ സംസാരിക്കേണ്ടതല്ല, അത് വീട്ടിൽ പോയി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അതെ സച്ചിയേട്ടാ, വീട്ടിൽ പോയി സംസാരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെ സച്ചിയേട്ടാ, എത്രയും പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. നമുക്ക് സാവകാശം വേണം. ഏതായാലും അതിന് ശേഷം നമുക്ക് പോയാൽ മതി. വീട്ടിലെല്ലാവരെയും തണുപ്പിക്കണം, എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് ശേഷം മതി. പിന്നെ അവനിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്കൂൾ വേണ്ടേ? നല്ലൊരു സ്കൂളൊക്കെ കണ്ടെത്തണം. അതിന് ശേഷം മതി സംസാരിക്കാൻ പോകാനൊക്കെ. നീ പറഞ്ഞതിലും കാര്യമുണ്ട് രേവതി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധി ഉണ്ടല്ലേ? പിന്നെ ഇപ്പോഴാണ് അത് മനസ്സിലായത്? ഇപ്പോഴല്ല, എനിക്കത് നേരത്തെ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോടൊന്ന് കൊഞ്ചി കുഴയാനൊക്കെ സച്ചി അങ്ങോട്ട് അടുത്ത് ചെല്ലുകയാണ്. അയ്യടാ, കൊഞ്ചി കുഴയാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ? ഇത് അടുക്കളയാണ്, ബെഡ്റൂം അല്ല. പോകാൻ നോക്കിക്കണ്ടേ? ശരി, എങ്കിൽ പിന്നെ ഞാൻ പോകാം എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ സച്ചിയേട്ടാ വീണ്ടും രേവതിയുടെ അടുത്തേക്ക് ഒഴിക്കണം. അയ്യടാ, അതിനല്ല. അതെ, നമ്മളിപ്പോൾ ആദിയുടെ കാര്യം ഇപ്പോൾ വേറെ ആരോടും പറയണ്ട. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തീരുമാനത്തിലാവട്ടെ. അതിനുശേഷം ആദിയുടെ കാര്യം പറഞ്ഞാൽ മതി. ശരി, ഓക്കെ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ കൂട്ടുകാരി മീരയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എടി, അങ്ങനെയാണെങ്കിൽ നല്ല സുഖമല്ലേ? ഏതായാലും ആദ്യമോൻ നിങ്ങളുടെ വീട്ടിൽ വളരൂലേ? അപ്പോൾ നിനക്ക് ആദ്യമോനെ എന്നും കാണാമല്ലോ. അപ്പോൾ നിനക്ക് ആ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. നീ മണ്ടത്തരം പറയല്ലേ മീര. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമോൻ എൻ്റെ മോനാണെന്ന് അധികം താമസിയാതെ അറിയും. പിന്നെ എൻ്റെ ജീവിതം താറുമാറായി പോകും. ഞാൻ കഷ്ടപ്പെട്ട് പടുത്തൊരുത്തിയ ജീവിതമാണ്. ഇത് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഞാൻ തയ്യാറല്ല. എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി, എത്ര കാലം നീ മറച്ചു വെക്കാനാണ്? എപ്പോഴായാലും സത്യങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാൽ എന്ത് ചെയ്യും?
അതൊക്കെ എനിക്കറിയാം. പക്ഷേ അപ്പോഴേക്കും എനിക്കൊരു കുഞ്ഞ് വേണം. 1 വർഷമായില്ലേ, ഇപ്പോഴും ഞാൻ കൺസീവ് അല്ല. എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം. എനിക്ക് കൂടുതലൊന്നും തകരാറ് സംഭവിക്കാതിരിക്കാനാണ് എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത്. എടി, പക്ഷെ നിന്റെ അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താകും. ഇല്ല, സുധി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയത് തന്നെ ചെയ്യും. പക്ഷേ സുധിയെ എൻ്റെ കൈക്കുള്ളിലാക്കണം. അതിനു വേണ്ടിയാ. എൻ്റെ അമ്മയില്ലേ, എൻ്റെ കഥകളൊക്കെ സച്ചിയോടും രേവതിയോടൊക്കെ പറഞ്ഞ് എൻ്റെ പേരൊഴികെ ഇനി എൻ്റെ പേരും കൂടി പറയാനുള്ളൂ. അതിനു മുമ്പ് തന്നെ എൻ്റെ ജീവിതം എൻ്റെ കൈക്കുള്ളിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ആദിയെയും അമ്മയെയും എൻ്റെ കൺവെർട്ട് തന്നെ കൊണ്ടുവരണം. എടി, ഇത്രയും ദൂരത്ത് സച്ചിയും രേവതിയൊക്കെ കാണാൻ പോകുന്നു. അപ്പോൾ പിന്നെ അടുത്ത് അവരെ കൊണ്ടൊന്ന് താമസിപ്പിച്ചു കഴിഞ്ഞാലോ? രേവതിക്കും സച്ചിക്കും എന്നും വരിക തന്നെ ചെയ്യാം. അതല്ല, എന്നാലും അവരെൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. എന്താ നടക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ തകർത്ത് കളയില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ വലിയൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. രേവതി അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതിക്ക് ഒരു കോള് വരികയാണ്. നമ്മുടെ ദേവുവിൻ്റെ കോളായിരുന്നു. അപ്പോൾ ദേവുവിന് എന്താണ് ദേവു എന്ന് വിളിച്ചിരിക്കണം. ആ ചേച്ചി, ഒരു സന്തോഷ വാർത്തയാണ്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ചേച്ചി, ഞാനേ ഡിഗ്രി പാസ്സായി. അത് ഫസ്റ്റ് ക്ലാസ്സോടെയാണ് പാസ്സായത്. ഇത് കേട്ട് രേവതി സന്തോഷത്താൽ മതിമറന്ന് നിൽക്കുകയാണ്. ആണോ ദേവു, സത്യമാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതേ ചേച്ചി, സത്യം തന്നെയാണ് പറഞ്ഞത്. ഇത് ആദ്യം ചേച്ചിയോട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു ചേച്ചി എന്ന് പറയാണ്. എടി, എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ. എനിക്ക് സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല. നീ അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ സ്വപ്നം സഫലീകരിച്ചല്ലേ? നന്നായി മോളെ, നീ നന്നായി വരുമെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വന്നിട്ട്, രേവതി എനിക്കൊരു കോഫി എന്ന് പറയുമ്പോൾ, അയ്യോ എന്ത് പറ്റി രേവതി, എന്താ പറ്റി, എന്തെങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദേവു ദേ സച്ചേട്ടൻ അടുത്തുണ്ട്. സച്ചേട്ടനോട് നീ തന്നെ കാര്യങ്ങളെല്ലാം പറ ദേവു എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്താ ദേവു, ചേച്ചി എന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സച്ചേട്ടാ ഞാൻ ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ. ആഹാ, കൊള്ളാം. അപ്പൊ പിന്നെ നിന്റെ ചേച്ചി ഇച്ചിരി കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും എല്ലാവരുടെയും സ്വപ്നം നീ സഫലീകരിച്ചല്ലേ? ചേച്ചിയുടെ അധ്വാനങ്ങളല്ലേ? അതേ സച്ചേട്ടാ, എൻ്റെ ചേച്ചിയാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. എൻ്റെ ചേച്ചി പഠിപ്പെല്ലാം നിർത്തി എനിക്ക് വേണ്ടിയും അതെ അവന് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടു ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയാക്കി. ആ ചേച്ചിയോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവു സച്ചിയുടെ കാര്യങ്ങളെല്ലാം പറയാണ്. അതെ, പിന്നെ സച്ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടൊന്ന് വരാവോ? പിന്നെന്താ ദേവു, ഉടനെ തന്നെ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ്. അയ്യേ, രേവതിക്കുട്ടി ഇതിനു വേണ്ടിയാണ് കരയുന്നത്. അവൾ കഷ്ടപ്പെട്ടതൊക്കെ പഠിച്ചു. പിന്നെ അവളുടെ ഈ വിജയത്തിന് പിന്നിലും രേവതി നീയല്ലേ? നീ ഡിഗ്രി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ നീ പഠിക്കാൻ മിടുക്കിയായിരുന്നു. നീ പഠിപ്പെല്ലാം നിർത്തി അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പോൾ നിന്റെ അനിയത്തി നല്ലൊരു നിലയിലെത്താനായിട്ട് പോവുകയാണ്. സന്തോഷമായില്ലേ? സന്തോഷമായി സച്ചേട്ടാ. എങ്കിലേ എൻ്റെ രേവതിക്കുട്ടി ഈ സച്ചേട്ടന് ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടുത്തെ ചച്ച, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? അതെ, ദേവു ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ. ആഹാ, അത് സന്തോഷ വാർത്തയാണല്ലോ. എന്തായാലും മോളെ, നിന്റെ കഠിന പ്രയത്നം കൊണ്ട് അവള് ജയിച്ചല്ലേ. ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? അവള് പഠിച്ച് നല്ല രീതിയിൽ പാസ്സായി. അതിന് ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. നീ എന്താ ചെയ്തെന്നോ? നീയല്ലേ നിന്റെ പഠിപ്പുകളെല്ലാം മുടക്കി വെച്ച് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്? അനിയത്തിയും അനിയനും ഒക്കെ ഒരു നല്ല നിലയിലാവണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നീയല്ലേ? അപ്പൊ പിന്നെ ഈ വിജയത്തിന് പിന്നിലും നിനക്കാണ് ഉന്നതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ വർഷയും വരികയാണ്. എന്താ ഇവിടെ സന്തോഷ വാർത്ത എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതേ വർഷേ, ദേവു ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയും വരികയാണ്. ആരാണ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതെ ചന്ദ്രേ, വേറെ ആരുമല്ല, നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവു. ഓ, ഇതാണോ വലിയ കാര്യം? ഇപ്പോഴത്തെ കാലത്ത് ഡിഗ്രിയൊക്കെ പാസ്സായെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നും അല്ല. ഒരു പഠിപ്പില്ലാതെ അവൻ കോളേജിന്റെ മുന്നിൽ കൂടി പോയ ഡിഗ്രി പാസ്സാവുന്ന കാലമാണിത്. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്, ഇപ്പൊ വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ, ഇവർക്ക് നല്ല കുശുമ്പാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ശ്രുതിയും ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ശ്രുതി മോളെ, ദേവുല്ലേ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അപ്പോൾ ശ്രുതി, എൻ്റെ ഭാഗം ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞേക്കട്ടോ രേവതി എന്നിങ്ങനെ പറയുമ്പോൾ,
ശ്രുതിയാണെങ്കിൽ ഓ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയാനായിട്ട് വരട്ടെ ശ്രുതി, ഞാനേ 7 ഡിഗ്രി നേടിയെടുത്തവനാണ്. ഒരു ഡിഗ്രിയൊക്കെ എന്ത്, ഇനിയും ഞാൻ പഠിച്ചിരുന്നെങ്കിലില്ലേ. അപ്പൊ നമ്മുടെ സച്ചി എണീറ്റ് നീ പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നാനെ, അച്ഛന്റെ പൈസ കളഞ്ഞാനെ, അത്രയും മാത്രം മെച്ചം, അല്ലാതെ നീ എവിടെയും എത്താനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതിക്ക് അത് വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ തോന്നി. അപ്പോഴേക്കും രേവതി നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ ഡിഗ്രിയൊക്കെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവളൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല, പൂക്കാരി എപ്പോഴും പൂ കെട്ടിക്കൊണ്ട് തന്നെ നിൽക്കാൻ പോകുന്നുള്ളൂ. ഇതൊക്കെ കേട്ടാ നമ്മുടെ രേവതിയാണെങ്കിൽ ചങ്ക് പൊട്ടിക്കരയുന്നൊരവസ്ഥയിൽ അവിടെ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.